നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ആലപ്പുഴ പള്ളിപ്പുറത്തെ 2.5 ഏക്കറോളം പരന്നുകിടക്കുന്ന പുരയിടം. കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത പോലീസിന്റെ അന്വേഷണം. ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയെ കാണാതായ കേസ് അന്വേഷിച്ച പോലീസ് ഇപ്പോൾ 4 സ്ത്രീകളുടെ തിരോധാനത്തിന് പിന്നാലെയാണ്. ജൈനമ്മയ്ക്കും ബിന്ദു പത്മനാഭനും പുറമെ ഐഷയെയും സിന്ധു എന്ന ബിന്ദുവിനെയും കുറിച്ച് ന്യൂസ് 18 വാർത്താ സംഘത്തിൻ്റെ ചില സംശയങ്ങളിൽ നിന്നാണ് പോലീസിന് തുമ്പ് ലഭിച്ചത്. അതോടെ റഡാർ ഉപയോഗിച്ച് സെബാസ്റ്റ്യൻ്റെ വീട്ടുവളപ്പിലെ തെരച്ചിലിന് ശേഷം അന്വേഷണ സംഘത്തിൻ്റെ അപ്രതീക്ഷിത നീക്കം. ന്യൂസ് 18 തെളിച്ച വഴിയിലൂടെ മുൻ പെൺസുഹൃത്തിൻ്റെ പുരയിടത്തിലും പരിശോധന. 2 പതിറ്റാണ്ടിനിടെ കുഴിച്ചുമൂടിയ രഹസ്യങ്ങൾ അന്വേഷണ സംഘത്തിന് പുറത്തെത്തിക്കാൻ കഴിയുമോ? അരുംകൊല ചെയ്യപ്പെട്ടത് എത്ര സ്ത്രീകളാണ്? പള്ളിപ്പുറത്തെ വില്ലൻ സെബാസ്റ്റ്യൻ മാത്രമാണോ? സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് തിരോധാനം നടന്നുവെന്ന് സംശയിക്കുന്ന 4 കേസുകളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് നടന്നത്. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിലായിരുന്നു. അവിടെ എത്തിയ NCA സംഘം റഡാറുകൾ ഉപയോഗിച്ച് ഉള്ള പരിശോധനയാണ് നടത്തിയത്. വീടിനകത്തും പുരയിടത്തും സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ സ്പോട്ട് ചെയ്യപ്പെട്ട ഇടങ്ങൾ പിന്നീട് പരിശോധിച്ചു. അത്തരത്തിൽ 5-6 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പരിശോധനയിലൂടെയാണ് ഓരോ നിമിഷവും ഇവിടെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഉച്ചവരെ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുള്ള ആ പുരയിടവും പരിസരവും പരിശോധിച്ചു. അതിൽ തന്നെ NCA സംഘം പല സ്പോട്ടുകളും ഐഡന്റിഫൈ ചെയ്തു. അവിടെ JCB ഉപയോഗിച്ച് കുഴിച്ചുള്ള പരിശോധനകൾ അടക്കം നടന്നിരുന്നു. അതിനുശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് റോസമ്മയുടെ വീട്ടിലേക്ക്, അതായത് നമുക്കറിയാം ഈ തിരോധാനങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് 2012 ഐഷ എന്ന സ്ത്രീയെ കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള തിരോധാനത്തിൽ നിർണായകമായ വെളിപ്പെടുത്തൽ ന്യൂസ് 18 നടത്തിയത് റോസമ്മയാണ്. അവർ പറഞ്ഞത് ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന് കൃത്യമായ പങ്കുണ്ട് എന്നുള്ളതാണ്. വീടിന്റെ രജിസ്ട്രേഷന് തൊട്ട് മുൻപത്തെ ദിവസമാണ്, പണം ആവശ്യമുള്ള ദിവസമാണ് ഐഷയെ കാണാതായത്. സെബാസ്റ്റ്യന്റെ അടുത്ത് പണം ചോദിക്കാനായി പോയി ഐഷയെ അപായപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നുള്ള നിർണായകമായ വിവരങ്ങൾ അവർ ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. അത്തരം കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും റോസമ്മ സംശയത്തിന്റെ നിഴലിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അവർ പറയുന്ന പല കാര്യങ്ങളും അത് പല രീതിയിൽ ചേർന്ന് പോകാത്തതായിരുന്നു എന്നുള്ളതാണ്. അതോടെ അന്വേഷണ സംഘം ഉച്ചയ്ക്ക് ശേഷം റോസമ്മയുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. റോസമ്മയുടെ അവിടെ 40 സെന്റോളം പുരയിടം വരും. ആ കാട് പിടിച്ചു കിടക്കുന്ന പുരയിടത്തിലെ കോഴി ഫാം ഉൾപ്പെടെയുള്ള ഇടങ്ങൾ NCA സംഘം പരിശോധിച്ചു. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുള്ള 5 മീറ്റർ താഴ്ചയിൽ വരെയുള്ള എന്തെങ്കിലും അസ്വാഭാവികമായത് കുഴിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള NCSSലെ ഉദ്യോഗസ്ഥർ, എൽദോയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇവിടെ പരിശോധന നടത്തിയത്. ഐഷ തിരോധാന കേസുമായി ബന്ധപ്പെട്ടായിരുന്നു റോസമ്മയുടെ വീട്ടിൽ തെരച്ചിൽ നടത്തിയത്. തിരച്ചിൽ NCSന്റെ സംഘം ക്രൈംബ്രാഞ്ച് സംഘവുമായി ചേർന്ന്, ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് സംഘവുമായി ചേർന്ന് തിരച്ചിൽ നടത്തുന്ന ഘട്ടത്തിൽ തന്നെ അവിടെ റോസമ്മയെ ചേർത്തല പോലീസിന് നേതൃത്വത്തിലുള്ള സംഘം, ചേർത്തല സിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു. അവരിൽ നിന്ന് വിശദാംശങ്ങൾ അവർ തേടിക്കൊണ്ടേയിരിക്കുകയാണ്. അത്തരത്തിൽ വിപുലമായ ഒരു അന്വേഷണമാണ് പല ഘട്ടങ്ങളിലായി നടന്നത്. ആദ്യഘട്ടത്തിൽ 2006 ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയെ കാണാതായ കേസ്, അതാണ് ഇപ്പോഴും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് NCSന്റെ റഡാർ സംവിധാനം ഉൾപ്പെടെയുള്ള പരിശോധനയ്ക്കുള്ള സഹായം പോലീസ് തേടുകയും ചെയ്തിട്ടുള്ളത്. അതിനായി എത്തിയ അന്വേഷണ സംഘത്തെ ആർക്കിയോളജിക് ഡിപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടെ വരുന്ന NCSന്റെ എർത്ത് സയന്റിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ജിയോളജിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പരിശോധനയാണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ നിർണായകമായ ഇടങ്ങളെല്ലാം തന്നെ, അതായത് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട 4 തിരോധാന കേസുകൾ, പ്രധാനമായും 2006 കാണാതായ ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീ, ഒപ്പം തന്നെ 2012 കാണാതായ ഐഷ, 2024 ഡിസംബറിൽ കാണാതായ ജൈനമ്മ. ഈ 3 കേസുകൾ അന്വേഷിക്കുമ്പോഴും അതിനിടയിൽ മറ്റൊരു കേസ് കൂടി ഉണ്ടാവും. കാരണം ക്രിമിനൽ സ്വഭാവമുള്ള സെബാസ്റ്റ്യൻ ഒരു ഘട്ടത്തിലും ആ ഒരു ക്രിമിനൽ സ്വഭാവത്തിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടാകുമെന്ന് അന്വേഷണ സംഘം കരുതുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ തിരുവഴയുമായി ബന്ധപ്പെട്ട മറ്റൊരു തിരോധാന കേസ് കൂടി അന്വേഷണ സംഘം പരിശോധിച്ചത്. അതിൽ നിർണായകമായ പരിശോധന നടന്ന ഇടമാണ് നമ്മളിപ്പോൾ ഉള്ളത്. തിരുവിഴ സ്വദേശിയായ ബിന്ദു എന്ന് വിളിക്കുന്ന സിന്ധുവിനെ കാണാതായ ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളാണ് ഈ വീട്ടിൽ നടന്നത്. ഈ തങ്കപ്പൻ എന്ന വ്യക്തിയുടെ വീട് കേന്ദ്രീകരിച്ച് റെയിൽവേ സ്റ്റേഷൻ
സ്റ്റേഷൻ സമീപമുള്ള തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള തങ്കപ്പൻ എന്ന വ്യക്തിയുടെ വീട് കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. JCB ഉപയോഗിച്ച് ഇവിടെയും പല ഭാഗങ്ങളും കുഴിച്ചുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്തു. അത്തരത്തിൽ നിർണായകമായ വിവരങ്ങൾ തേടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 4 തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് അതിനിടയിൽ തന്നെ ഇവരുടെ അതായത് സെബാസ്റ്റ്യന്റെ വീടിന്റെ അടുക്കളയിൽ നിന്നും ഒരു വാച്ച്, കരിഞ്ഞ നിലയിലുള്ള ഒരു വാച്ച് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ നിലവിൽ അന്വേഷണ സംഘത്തിന് മറ്റ് മൃതദേഹാവശിഷ്ടങ്ങളോ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല. മറിച്ച് കഴിഞ്ഞ ദിവസം അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയ സ്ഥലത്ത്, മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലത്ത് ചില അസ്ഥികളുടെ സാമ്പിളുകൾ അവിടെ നിന്നും ചില അസ്ഥികളുടെ അവശിഷ്ടങ്ങൾ കിട്ടി. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും കണ്ടെത്താൻ ആയില്ല എന്നുള്ളതാണ്. എന്തായാലും ശാസ്ത്രീയമായ പരിശോധനകളിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുന്നു. കോട്ടയം ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലകളിലുള്ള ക്രൈംബ്രാഞ്ച് സംഘമാണ് സംയുക്തമായി അവരുടെ കൂടിയാലോചനകൾക്ക് ശേഷമാണ് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുള്ള തിരോധാന കേസുകൾ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. DYSP ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ പരിശോധനയെക്കുറിച്ച്, ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP ഇന്നത്തെ പരിശോധനയെക്കുറിച്ച് വിശദീകരിച്ചു. ബിന്ദു പത്മനാഭന്റെ കേസുമായിട്ട് ഇതിൽ യാതൊരു ബന്ധമില്ല. അത് ബിന്ദു പത്മനാഭന് ഈ സെബാസ്റ്റ്യനെ ഈ റോസമ്മയ്ക്ക് അറിയാവുന്ന രീതി ഉണ്ട് എന്നുള്ള ഒരർത്ഥത്തിൽ മാത്രമാണ് നമ്മളിവിടെ പരിശോധന നടത്തിയത്. ഇതിനു മുമ്പ് നമ്മളിവിടെ ഒന്ന് ചോദ്യം ചെയ്തിട്ടൊക്കെ ഉണ്ട്. തനിക്കൊന്നും അറിയില്ല എന്നുള്ളതായിരുന്നു ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട റോസമ്മയുടെയും പ്രതികരണം. എന്തെങ്കിലും പറയാനുണ്ടോ? 4 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾക്ക് ശേഷം അന്വേഷണ സംഘം ഇപ്പോൾ മടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഇനിയും വെരിഫിക്കേഷനുകൾ ഈ കേസുകൾ വരുത്തേണ്ടതായുണ്ട്. കാരണം സെബാസ്റ്റ്യൻ അതിബുദ്ധിമാനായ വ്യക്തി, ക്രിമിനൽ സ്വഭാവമുള്ള ആൾ എന്നുള്ള ഒരു വിലയിരുത്തലാണ് അന്വേഷണ സംഘം ഉള്ളത്. അതുകൊണ്ട് തന്നെ ജൈനമ്മ തിരോധാന കേസിൽ വീണ് കിട്ടിയ പഴുതിൽ പിടിച്ചാണ് അന്വേഷണ സംഘം ഇപ്പോൾ നിർണായകമായ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. ഐഷ തിരോധാന കേസ് റീഓപ്പൺ ചെയ്യാനായി ചേർത്തല പോലീസും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഈ കേസുകളെല്ലാം തന്നെ ഇഴകീറി പരിശോധിച്ചാണ് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ധനേഷിനൊപ്പം ചേർത്തല തിരുവല്ലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.